ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ കട്ട് ചെയ്ത ഫുൾ പെറ്റിക്കോട്ടിൻ്റെ സ്റ്റിച്ചിങ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കഴുത്ത് അടിക്കാം. ഞാനിവിടെ ഈ തുണി കൊണ്ട് തന്നെ മടക്കി എടുക്കുകയാണ്. ക്രോസ് പീസ് വെക്കുന്നില്ല. ഇത് എങ്ങനെ മടക്കൽ എന്നുള്ളത് മനസ്സിലാണെങ്കിൽ ഇതിന് മുന്നുള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഞാൻ ഇതിന്മേൽ തന്നെ മടക്കിയെടുക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് 2 മടക്കെടുക്കുക തന്നെ. ആദ്യം ഒരു 1/4 ഇഞ്ചിൽ ഒരു അടി എടുക്കുക. അടിക്കുമ്പോൾ നമ്മൾ ഈ ഓപ്പണായ ഭാഗത്ത് കൂടെ അടിക്കരുത് കേട്ടോ. ഒരു 1/4 ഇഞ്ച് അടിക്കണുള്ളൂ. ആദ്യം ഈ അരി കൂടെ മടക്ക് വന്ന ഭാഗത്ത് കൂടെയാണ് അടിക്കേണ്ടത്. നമ്മൾ 1/4 ഇഞ്ചിൽ മടക്കി ഈ മടക്ക് വന്ന അരികു വശത്ത് കൂടി അടിച്ച് കാണുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടി ചെറുതായിട്ട് 1/4 ഇഞ്ചിൽ ഒന്ന് മടക്കുക. നമുക്ക് വൃത്തിയിൽ കഴുത്ത് അടിക്കാം. അപ്പോൾ ആ മടക്ക് ഒന്നും കൂടി മടക്ക് നമ്മൾ അടിക്കട്ടോ. ആദ്യം ഒരു അടി അടിച്ചതുകൊണ്ട് നമുക്ക് നല്ല വൃത്തിയിൽ മടക്ക് കിട്ടും. എപ്പോഴും ശ്രദ്ധിക്കണം. ആദ്യത്തെ മടക്ക് അടിക്കുമ്പോൾ മടക്കി ചെന്ന ഓപ്പണായ ഭാഗത്ത് കൂടെ അടക്കരുത്. എപ്പോഴും ശ്രദ്ധിക്കണം. രണ്ടാമത്തെ അടിയെ ഓപ്പണായ ഭാഗത്ത് കൂടെ അടക്കാൻ പാടില്ല. അങ്ങനെ ഒരു വശത്തെ കഴുത്തടിച്ചു. ഇത് ആദ്യം അടിച്ചത് ഫ്രണ്ട് കഴുത്താണ്. ഇനി നമ്മൾ ബാക്ക് കഴുത്തടിക്കണം. അതും മറ്റേതടിച്ച പോലെ തന്നെ ആദ്യം മടക്കടിക്കുക, എന്നിട്ട് അടിക്കുക, എന്നിട്ട് പിന്നെ രണ്ടാമത് മടക്കി അടിക്കുക. അങ്ങനെ ഈ 2 വശം അടിച്ചു കേട്ടോ. ഇനി നമുക്ക് എന്താ വേണ്ടിയെന്നാ, നല്ല വശം മുകളിലേക്ക് വരിക. മറ്റേ തുണിൻ്റെ നല്ല വശം മനസ്സിലായോ? നല്ല വശം ഒരുമിച്ച് വെക്കുക. ഒരുമിച്ച് വെച്ചിട്ട് ഈ ഷോൾഡറുകൾ തമ്മിൽ കൂട്ടിയെടുക്കുക. ഒരു ഷോൾഡർ അടിച്ചു. ഇനി അതുപോലെ തന്നെ ഈ ഷോൾഡർ കൂട്ടിയെടുക്കുക. ഇനി നമുക്ക് ഇപ്പോൾ 2 ഷോൾഡർ അടിച്ചു കേട്ടോ. 2 ഷോൾഡർ അടിച്ചു. ഇനി നമുക്ക് ഈ കഴുത്ത് ഹാം ഹോൾ കൈക്കുഴി മടക്കി എടുക്കാം കേട്ടോ. നമ്മൾ കൈ വെക്കുന്നില്ലല്ലോ, അതുകൊണ്ട് കൈക്കുഴി മടക്കി എടുക്കുക. ആദ്യം ഒരു 1/4 ഇഞ്ച് മടക്കുക, എന്നിട്ട് പിന്നെ ഒരു 1/4 ഇഞ്ച് കൂടി അതിൻ്റെ കൂടെ മടക്കുക. ഇനി മറ്റേ ആദ്യം കാട്ടി മടക്കന്നെ ആദ്യം 1/4 ഇഞ്ച് അടിച്ച് കാണാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ അടിക്കുന്നത്. ഒരു വശത്തെ കൈക്കുഴി അടിച്ചിട്ടോ. ഈ വശവും അടിക്കുക. 1/4 ഇഞ്ച് ആദ്യം മടക്കുക. 1/4 ഇഞ്ച് ഇങ്ങനെ കേട്ടോ. ഇനി 1/2 ഇഞ്ച് മടക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് 1/4 ഇഞ്ചിൻ്റെ ആവശ്യമുള്ളൂ. 1/4 ഇഞ്ച് മടക്കുക,
എന്നിട്ടൊരു 1/4 ഇഞ്ചും കൂടി മടക്കുക. നമുക്ക് കാണാൻ ഭംഗിയുണ്ടാവും, ചെറിയ മടക്കാണ്. അതാണ് ഞാൻ 1/4 ഇഞ്ച് ആക്കുന്നത്. അല്ലെങ്കിൽ 2 1/2 ഇഞ്ച് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. തുടക്കക്കാരൊക്കെ ആകുമ്പോൾ 1/2 ഇഞ്ച് മടക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നൂല. അങ്ങനെ നമ്മൾ 2 വശവും അടിച്ചു കേട്ടോ. ഇനി എന്താ വെച്ചാൽ സാധാരണ നമ്മൾ പെറ്റിക്കോട്ടിന് ഇവിടെ കട്ട് ചെയ്യണ ആവശ്യമില്ല. പക്ഷേ ഇത് ഞാൻ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാമല്ലോ നല്ല വൃത്തിയിൽ. മറ്റേ നമ്മൾ സിമ്മി ആയിക്കൊണ്ട് ഉപയോഗിച്ചുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇസ്തിരി ഇട്ടാൽ മതി, ശരിയാവും കേട്ടോ. ഇനി എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ 3 ഇരട്ടി എടുക്കണം എന്നാണ് പറഞ്ഞത്. 14 ഇഞ്ചല്ല എന്നല്ല പറഞ്ഞത്. ഇതിൻ്റെ 3 ഇരട്ടി എടുക്കണം. ആ 3 ഇരട്ടി എടുത്തുകാണ്ട് നമ്മൾ 3 ഇരട്ടി തുണി എടുക്കുക. എന്നിട്ട് അതിനെ പകുതി ഭാഗമാക്കുക. ഇപ്പോൾ 3 ഇരട്ടി തുണി എടുത്തിട്ട് നമ്മൾ പകുതിയാക്കുക. പകുതിയാക്കുക. പകുതിയാണ് 2 ഭാഗമാക്കുക. ഭാഗമാക്കിയാണ് കട്ട് ചെയ്യുക. 2 ഭാഗമാക്കിയതാ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചത്. ഞാൻ ചെയ്തേക്കുന്നത് ഒരു ഭാഗം 2 ഭാഗം. അപ്പോൾ ഇതിൻ്റെ 3 ഇരട്ടി എടുക്കുക. എന്നിട്ട് അതിനെ പകുതി ആക്കി കട്ട് ചെയ്യുക. അതിൽ ഒരു പകുതി നമുക്ക് മുൻവശത്തേക്കും വെക്കാം. ഒരു തുണി നമുക്ക് പിൻവശത്തേക്കും. എന്നാലും നമുക്ക് സ്റ്റിച്ചിങ്ങൾക്ക് പോകട്ടോ. അപ്പോൾ മനസ്സിലാൻ വേണ്ടി പറയണേ, ഞാൻ ഈ തുണി എടുത്തിട്ടുള്ളത് 14 ഇതിൻ്റെ ഇവിടുത്തെ വിടുത്ത് വീതി. അപ്പോൾ ഇതിൻ്റെ 3 ഇരട്ടി ആകുമ്പോൾ 42. അപ്പോൾ 42നെ പകുതി ആക്കിയാൽ എത്ര? 21. അപ്പോൾ അങ്ങനെ ഞാൻ 21ൻ്റെ 2 തുണികൾ എടുത്തു. ഒന്നായിട്ടുള്ള കഷ്ണം ഇല്ലാച്ചെങ്കിൽ നമുക്ക് ഏച്ചാലും മതി. ഇത് ഞാൻ 2 തുണിയും ഉണ്ടായതുകൊണ്ട് 2 തുണി ഒരേ അളവിൽ എടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ നല്ല വശം ഈ നേറിയിടാത്ത തുണിൻ്റെ നല്ല വശം ഒപ്പം വെക്കുക. ആദ്യം 1 ഇഞ്ചിക്ക് നമ്മൾ പിന്നെ അടിക്കുക, നെറിയില്ലാതെ അടിക്കുക. എന്നിട്ട് നമ്മൾ ഇനി നെറിയുടെ കിടന്നു. അപ്പോൾ തുണി എങ്ങനെ വെക്കണം എന്നാ ഈ തുണി ഇങ്ങനെ എന്നെങ്കിൽ നമുക്ക് നെറിയിടാൻ കഴിയുള്ളൂ കേട്ടോ. മുകൾ ഭാഗത്ത് വെക്കണം. ഈ ഭാഗത്തേക്ക് വരരുത്, ഈ ഭാഗത്തേക്ക് വരണം. എന്നിട്ട് നമുക്ക് ഫസ്റ്റിൽ നെറിയിടാം കേട്ടോ. ഇത് തുണി കുറവുള്ളവർ ചെറിയ നെറി വെച്ചാൽ മതി കേട്ടോ. ഞാനത് തുണി കൂടുതലുണ്ടായപ്പോൾ വലിയ നെറി വെക്കാന്നുള്ളൂ. തുണി കുറവുള്ളവർ ചെറിയ പിന്നെ ഉള്ളിപ്പില്ലാത്ത ചെറിയ നെറി വെച്ചാൽ മതി. ഒടുവിന് വരുമ്പോൾ നെറി വെക്കണം എന്നില്ല കേട്ടോ. കാരണം അത് നമുക്ക് തയ്യൽ തുമ്പായിക്കാൻ ഉള്ളിലേക്ക് പെടും. അപ്പം അങ്ങനെ ഒരു വശം വെച്ചിട്ടോ. ഇനി അതുപോലെ തന്നെ ഈ വശം ഞാൻ കൂട്ടി യോജിച്ചിട്ടില്ല കേട്ടോ. ഞാൻ തുടക്കക്കാർക്ക് ഉൾപ്പായിക്കോട്ടെ എഴുതിയിട്ടാണ്. നമുക്ക് നല്ല പകുതി എടുത്തുകൊണ്ട് അതിൻ്റെ പകുതി മുറിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എഴുതിയിട്ടാട്ടോ. ഇനി ഇതും അതുപോലെ തന്നെ മേലെ വെക്കുക. ആദ്യം 1 ഇഞ്ച് നെറി ഇല്ലാതെ അടച്ചുക. എന്നിട്ട് പിന്നെ നെറി വെച്ച് തുടങ്ങും.
എപ്പോഴും ശ്രദ്ധിക്കണം, നമ്മൾ നിറയെ വെക്കുമ്പോൾ ഉള്ളിൽ തുണി പെടുകൊണ്ടു വന്നിട്ടോ. അങ്ങനെ നമ്മൾ 2 വശവും അടിച്ചു കഴിഞ്ഞിട്ടോ. ഇനി എന്ത് വേണമെന്നാ, ഒരു ഭാഗം നമ്മൾ ഇത് കൂട്ടി യോജിപ്പിക്കണം. കൈക്കുഴി മുതൽ അടി വരെ ഒരു ഭാഗം മാത്രം കേട്ടോ കൂട്ടി യോജിക്കണം. ഇനി നമ്മൾ ഒരു വശം നമ്മൾ കൂട്ടിയടിച്ചു കേട്ടോ, ഒരു വശം മാത്രം കൂട്ടിയടിച്ചു. എന്നിട്ട് നമുക്ക് എന്താ വേണ്ടിയെന്നാ, ഈ തുണിയുടെ അടിഭാഗം മടക്കി അടിക്കണം. നമ്മൾ സിമ്മിയുടെ അടിഭാഗം മടക്കി അടിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മടക്കി അത് ഇതിൻ്റെ വീതി എത്ര നിങ്ങളെ ആവശ്യം, ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടം കേട്ടോ. ചിലവർ നല്ല വീതിയുള്ള കരഭാഗം ഉണ്ടാവും. ഞാനിത് 1/2 ഇഞ്ചിനാണ് മടക്കി എടുക്കുന്നത്. ആദ്യം ഒരു 1/2 ഇഞ്ച് മടക്കി, പിന്നെ ഒരു 1/2 ഇഞ്ച് മടക്കി. നല്ല വശത്തുനിന്ന് ചീത്ത വശത്തൊക്കെ മടക്കുന്നത് കേട്ടോ, എപ്പോഴും ശ്രദ്ധിക്കണം. അങ്ങനെ ഞാൻ അടി മടക്കി അടിച്ചു, 2 വശവും അടിച്ചു, 2 ഭാഗവും അടിച്ചു കേട്ടോ. ഇനി നമുക്ക് തിരിച്ചിട്ട് നോക്കുക. എങ്ങനെയുണ്ട്? സാറല്ലേ, നല്ലൊരു കുട്ടികൾക്ക് ഇനി പിന്നെ നല്ല തുണി കൊണ്ട് അടിക്കടിച്ച് കുട്ടികൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇന്നറൊക്കെ ഇട്ടാൽ കുട്ടികൾക്ക് പുറത്ത് പോകുമ്പോഴൂടെ സാധാ സിമ്മിയാൻ തോന്നില്ല. അതുകൊണ്ട് ഷോൾഡർ ഇവിടെ അടിച്ചതുകൊണ്ട് നമുക്ക് സാധാ സിമ്മിൻ്റെ ഒരു മോഡലും തോന്നില്ല. അതിന് ഞാനിവിടെ കട്ട് ചെയ്ത് ഷോൾഡർ കട്ട് ചെയ്ത് അടിച്ചത് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായി വിചാരിച്ചോളൂ. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. താങ്ക് യു.